ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ ഗിയറുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ ഗിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പെട്ടെന്ന് റോഡിൽ നിന്നു പോകാനും പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമുക്ക് റോഡിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ചെയ്യാൻ കഴിയാതെ വരും. കാരണം ഗിയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ മറ്റൊന്നുമല്ല, നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഇപ്പോൾ കൊടുത്ത ഗിയർ ഏതാണെന്ന് പലരും മറന്നുപോകും. ഇത് ഡ്രൈവിങ്ങിലെ ഒരു വലിയ പോരായ്മയാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ഇത് പലർക്കും സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. ഒന്ന്, നമ്മൾ റോഡിലേക്ക് മുന്നോട്ട് നോക്കുന്നു, ഒപ്പം തന്നെ റിയർ വ്യൂ മിററിലൂടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ശ്രദ്ധിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോള്, ഗിയർ ഷിഫ്റ്റിങ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ കൺട്രോളിങ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്ത ഗിയർ ഏതാണെന്ന് പലരും തന്നെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ സൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് വാഹനം ഏത് ഗിയറിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒപ്പം തന്നെ റോഡിൻ്റെ അവസ്ഥയും വണ്ടി പോകുന്ന വേഗതയും വെച്ചുകൊണ്ട് നമുക്ക് ഗിയറിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര ആക്സിലറേഷൻ കൊടുത്താലും ഒരു പരിധിക്കപ്പുറം വാഹനത്തിന് സ്പീഡ് കൂടത്തില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എൻജിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നല്ല സൗണ്ട് ആയിരിക്കും, നല്ലൊരു വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു സൗണ്ടും വാഹനത്തിന് അമിതമായിട്ടുള്ള ഒരു വേഗത അല്ലെങ്കിൽ ഒരു വേഗത കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വാഹനം പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ ആണെന്ന്. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും റോഡ് കുറച്ച് സ്ട്രെയിറ്റ് ആകുന്നു, അല്ലെങ്കിൽ വാഹനം എടുത്തു ചെറിയൊരു കയറ്റമാണെങ്കിലും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ആക്കിയതിന് ശേഷം ഏകദേശം ഒരു 20 കിലോമീറ്ററിനടുത്ത് വാഹനത്തിന്റെ വേഗത എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ ഇടാം, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം, പിന്നീട് ആക്സിലറേഷൻ കൊടുക്കാം. പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയറിൻ്റെ അത്രയും ഒരു എൻജിൻ സൗണ്ട് ഇല്ല, കുറച്ചും കൂടെ ഗിയർ ഒന്ന് സ്മൂത്ത് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. വണ്ടിക്ക് വേഗത നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ കൊടുത്തതുപോലെയല്ല, നമ്മൾ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ചെറുതായിട്ട് കൊടുത്താൽ പോലും വണ്ടിക്ക് വേഗത കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എൻജിന് ചെറിയൊരു പിടുത്തം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഫസ്റ്റ് ഗിയറിൻ്റെ അത്രയും ഒരു പിടുത്തം ഫീൽ ചെയ്യത്തുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വാഹനം നീങ്ങുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വണ്ടി പോകുന്നത് സെക്കൻഡ് ഗിയറിലാണെന്ന്. ഇനി നമ്മൾ തേർഡ് ഗിയർ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നത്? തേർഡ് ഗിയറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ചെറിയ നിരപ്പായ റോഡുകളിലും ചെറിയ വളവുകളിലും ചെറിയ ഇറക്കങ്ങളിലും ഒക്കെ തേർഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയും. ഒപ്പം തന്നെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ വേഗത കുറഞ്ഞ പക്ഷം ഒരു 30 കിലോമീറ്റർ വേഗതയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് ഗിയറിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ആകുമ്പോൾ എൻജിൻ സൗണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ ആദ്യം തുടങ്ങുന്നത് തേർഡ് ഗിയറിലാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ വണ്ടി തേർഡ് ഗിയറിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഉണ്ടാവും. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അമിതമായിട്ടുള്ള എൻജിൻ സൗണ്ട് ഇല്ല, സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിൻ സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം തേർഡ് ഗിയറിലാണ് വണ്ടി പോകുന്നതെന്ന്. ഇനി ഫോർത്ത് ഗിയറിനെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എൻജിൻ വളരെ സ്മൂത്ത് ആകും, വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടെ കൂടും. അതായത് ഒരു 40 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഡ്രൈവ് ആകും, കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് നല്ല ഒരു എൻജിൻ സൗണ്ടും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പോകുന്നത് ഫോർത്ത് ഗിയറിലാണ്. ഇനി ഫിഫ്ത്ത് ഗിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാഹനം നല്ല രീതിയിൽ സ്മൂത്ത് ആവുകയാണ്. നമുക്ക് തോന്നും ഫിഫ്ത്ത് ഗിയറിൽ പോകുമ്പോൾ വണ്ടിക്ക് ഒരു പിടുത്തമില്ലല്ലോ, വണ്ടി വല്ലാതെ പോകുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാകും. സാധാരണ ഫിഫ്ത്ത് ഗിയർ കൊടുക്കുന്നത് നല്ല നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഒരു 50 കിലോമീറ്ററിനോട് അടുത്ത് വാഹനം എത്തുന്ന സമയത്താണ് നമ്മൾ ഫിഫ്ത്തിലേക്ക് ഇടുന്നത്. അപ്പം ഫിഫ്ത്ത് ഗിയർ പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ ഗിയറിനെയും നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, ഉദാഹരണം പറയാൻ, നിങ്ങൾ ഒരു തേർഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ ഒരു കയറ്റം വന്നു. അപ്പോൾ തേർഡ് ഗിയർ പോകുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങളുടെ വണ്ടി സ്മൂത്ത് ആയിട്ടാണ്
ആയിട്ടാണ് ഡ്രൈവ് ആകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി സ്മൂത്തായിട്ട് അത്യാവശ്യം സ്മൂത്തായിട്ട് ഡ്രൈവ് ആകുന്നു. ഒരു 30 കിലോമീറ്റർ വേഗതയിൽ വണ്ടി പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ കയറി വരുമ്പോൾ മുന്നിൽ ഒരു കയറ്റം കണ്ടു. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി നമ്മുടെ വണ്ടി പോകുന്നത് തേർഡിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പിടുത്തം വരും, ഒരു ചെറിയ എഞ്ചിൻ പിടുത്തം വരും. അപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ ഒരു ചെറിയ സ്പീഡോടുകൂടി എഞ്ചിൻ സൗണ്ടോടുകൂടി വാഹനം കയറി തുടങ്ങും. വീണ്ടും നമുക്ക് കയറ്റത്തിന് അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും സെക്കൻഡ് ഗിയറിൻ്റെ ആ എഞ്ചിൻ സൗണ്ട് വെച്ച് നമ്മൾ മനസ്സിലാക്കി സെക്കൻഡ് ഗിയറിലാണ് നമുക്ക് പിടികിട്ടും. വീണ്ടും നമുക്ക് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വാഹനം എന്ത് ചെയ്യും, നല്ല രീതിയിൽ പിടിച്ചു പോകും. ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയറുകളെ കൃത്യമായിട്ടും എഞ്ചിൻ സൗണ്ട് വെച്ചും വേഗത വെച്ചും റോഡിൻ്റെ സാഹചര്യം വെച്ചും നിങ്ങൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഡ്രൈവിംഗ് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അടുത്തൊരു വീഡിയോയിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്.